ഇന്ന് നമുക്കൊരു മുട്ട പപ്സ് ഉണ്ടാക്കിയാലോ. മുട്ട പപ്സ് എന്ന് വെച്ചൊരു വികാരം തന്നെയാണ്. അങ്ങനെ പെട്ടെന്ന് പഫ് പേസ്ട്രിയും പിന്നെ അതുപോലെ നമ്മുടെ സവാള കുട്ടനെ അരിഞ്ഞു, പെട്ടെന്നൊരു പാനൊക്കെ എടുത്ത് വെച്ചു, അതിനകത്ത് എണ്ണ ഒഴിച്ചു, സവാള അതിനകത്ത് വെച്ചു. ഇതൊരു കുക്കിംഗ് വ്ളോഗൊന്നും അല്ല കേട്ടോ, ഞാൻ ചുമ്മാ വൈകിട്ടിരുന്ന് സ്നാക്ക് ചെയ്യാമെന്ന് വെച്ചപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു മുട്ട പപ്സ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ മുട്ട പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടടാ നമ്മുടെ മീക്കാമോള് ഓടി വന്നു കേട്ടോ അമ്മ ഹെൽപ്പ് ചെയ്യാനും. മീകാമോള് നോക്കിയപ്പോൾ അവിടെ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചേക്കുന്നു. പിന്നെ അതിനകത്തോട്ട് നോക്കിയായി സംസാരമല്ല. പിന്നെ മീകാമോള് കൂടെ നിൽക്കുമ്പോൾ സമയം പോകുന്ന അറിയത്തേയില്ല കേട്ടോ, കാരണം ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. മീകാമോളുടെ സ്കൂളിലെ വിശേഷങ്ങളും ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങളും പിന്നെ കുറേ സംശയങ്ങളും. പിന്നെ ഇപ്പം കുക്കിങ്ങിനോടും ഭയങ്കര ഇൻട്രസ്റ്റാണ്. വന്ന് എങ്ങനെയാണ് ചെയ്യുന്നത്, അവിടാണ് ഇവിടാണ്, ഇപ്പോൾ വെക്കേഷനല്ലേ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ. അങ്ങനെ ഞാനും അവളെ സഹായിക്കുന്ന മീൻസ് കുക്കിങ്ങിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതിനിടയ്ക്ക് നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഞാൻ റെഡിയാക്കി. അങ്ങനെ അവനൊക്കെ പപ്സ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവനൊക്കെ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചു. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിനകത്തിട്ടു. അങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ മീകൽമോൾ അവിടെ നിൽപ്പുണ്ട്, കൂടെ എത്തി നോക്കുന്നു കേട്ടോ വീഡിയോ ഓണാണോ എന്നൊക്കെ. അങ്ങനെ ടൊമാറ്റോയും കൂടെ അതിനകത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ മസാലകളെല്ലാം അതിനകത്ത് ഇടാൻ തുടങ്ങി. ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള മുട്ട പപ്സ് കേട്ടോ, ഇങ്ങനെയൊക്കെയാണോ ഉണ്ടാക്കുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. നമ്മളല്ലേ കഴിക്കുന്നത്, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അങ്ങനെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ നമ്മുടെ മസാലപ്പൊടിയും എല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേന് ചെറുതായിട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മസാല റെഡിയാക്കി. അപ്പം നമ്മുടെ മുട്ട പപ്സിൻ്റെ മസാല റെഡി. ഇടയ്ക്ക് ഞാൻ മുട്ട ബോയിൽ ചെയ്ത് വെച്ചായിരുന്നു. ആ ബോയിൽ ചെയ്ത മുട്ടയെല്ലാം അതിൻ്റെ തോടൊക്കെ പൊളിച്ച് വെച്ചു. അത് രണ്ടായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ട് ഒരാൾ ഓടി വന്നു കേട്ടോ. ഓടി വന്ന് നിന്നപ്പോഴാണ് വീഡിയോ ഓണാന്ന് അറിഞ്ഞത്. അപ്പം മുഖത്തുണ്ടായിരുന്ന ആ ചമ്മല് മറയ്ക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് തന്നെ മാറി കേട്ടോ. അങ്ങനെ നമ്മുടെ പേസ്ട്രി ഷീറ്റ് എടുത്തു. ട്രെയിൽ വെക്കാമെന്നായിരുന്നു ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്, പക്ഷെ അതിനകത്ത് വെച്ചിട്ട് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതെടുത്ത് നേരെ മാറ്റി വെച്ചു. അങ്ങനെ പപ്സിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് ഞാനത് കട്ട് ചെയ്തെടുത്തു. 6 പപ്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് മസാലയും മുട്ടയെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ തന്നെ ആവും ഫോൾഡ് ചെയ്ത് വെക്കുന്നതല്ലേ. ഇത് കാണുന്നവർ വിചാരിക്കരുത് ഇവൾ എന്ത് പപ്സാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. പക്ഷെ ഞങ്ങളല്ലേ കഴിക്കുന്നത്, അപ്പോൾ നമുക്ക് എന്തോ ആവാണ്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഫോൾഡ് ചെയ്ത് വെക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാം ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു മുട്ട എടുത്തിട്ട് അതിൻ്റെ മേളിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇത് ഞാനിങ്ങനെ പെട്ടെന്ന് ബ്രഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി കൂടിയും പോയി, കാരണം അപ്പുറത്തെ ബിദ്യാമോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ. അത്രയും നേരം ഉറങ്ങിക്കിടന്ന ആൾ ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേനും എഴുന്നേറ്റ്. അങ്ങനെ ബിദ്യാമോളുടെ കരച്ചിൽ കേട്ടതിൻ്റെ വെപ്രാളം എൻ്റെ മുഖത്ത് കാണുന്നു. അങ്ങനെ പെട്ടെന്ന് ഓവനിലൊക്കെ എടുത്ത് വെച്ചു. അതൊരു 15-20 മിനിറ്റ്സ് എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചായ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു, പിന്നെ ടീ ബാഗ് ഇട്ടു, പിന്നെ കുറച്ച് ഷുഗർ ഇട്ടു. അപ്പോഴത്തേക്കും ബിദ്യാമോൾ അവിടെ ടെററായി തുടങ്ങി. അങ്ങനെ ഞാൻ ബിദ്യാമോളെ എടുത്തിട്ട് എൻ്റെ ചായ ഇടയിൽ നേരെ ജിജോയെ ഏൽപ്പിച്ചു. ബാക്കിയെല്ലാം ജിജോ ആയിരുന്നു. അതിനിടയ്ക്ക് ബാക്കി വന്ന മുട്ട അതിൻ്റെ മേലിൽ ബ്രഷ് ചെയ്യാൻ എടുത്ത് വെച്ചിരുന്ന മുട്ട അതിൻ്റെ ബാക്കിയെടുത്ത് ഞങ്ങൾ ഓംലേറ്റ് പോലെ ആക്കി ചായയുടെ ഇടയ്ക്കുള്ള
ചെറിയൊരു സ്നാക്കായിട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് ചായയൊക്കെ ഇട്ടു വന്നപ്പോഴത്തേക്കും മുട്ട പപ്സ് റെഡി. അപ്പോൾ എല്ലാവരും വായോ, നമുക്ക് മുട്ട പപ്സും ചായയും കുടിക്കാം.